നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം നിറയുന്നു എന്ന് പറയില്ലേ. നാട്ടിൽ നിന്ന് വെള്ളക്കാന്താരി ആട്ടെ പെങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തു വിട്ടാണ്, അല്ല തന്നു വിട്ടാണ്. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഇപ്പോൾ 2-3 മാസമായി മറന്നു വെച്ചിരിക്കും അതിൻ്റെ കാര്യം. ഇപ്പോൾ ചേമ്പല്ലല്ല ചേന ഇരുന്നപ്പോൾ ഒരാഗ്രഹം ചേന പുഴുങ്ങി കഴിക്കും. ഇപ്പോൾ രാവിലെ അല്ല, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ആവട്ടെ എന്ന് എടുത്തിട്ട് ചേന പുഴുങ്ങിയെടുത്ത് കൊണ്ട് കാന്താരിയുടെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഫ്രിഡ്ജ് തുറന്നു, കാന്താരി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയാണ്. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം നിറയണം. പിന്നെ ചെറുള്ളിയും കാന്താരിയും ആ ഉപ്പിലിട്ടതിൻ്റെ കുറച്ച് വെള്ളവും പച്ച വെളിച്ചെണ്ണയും കൂട്ടി ചമ്മന്തി റെഡിയാക്കി ചേന 2 വിസിലിൽ ഉപ്പിട്ട് വേവിച്ചപ്പോൾ പഞ്ഞിയാണ് കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു, ചേനയും കാന്താരി ചമ്മന്തിയും കൂട്ടി ഒരു 1-1.5 കഴിക്കില്ല. അപ്പോൾ കാന്താരി രാവിലെ തന്നെ കഴിക്കാൻ എനിക്കൊരു മടി ഉണ്ടാകും, കാരണം നെഞ്ചരിയോ അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ കുറച്ച് ചമ്മന്തി എടുത്തോളൂ, 2 കഷ്ണം ചേമ്പും ചേമ്പല്ലാട്ടെ ചേന എടുത്തു കഴിച്ചു. പിന്നെ കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, ആ എരിവുകൊണ്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ 2 കഷ്ണം ഈത്തപ്പഴം വായിൽ ഇട്ട് കഴിച്ച് നേരെ ഡ്യൂട്ടിക്ക് പോയി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ വീട്ടിൽ ഉമ്മാക്കി ഉണ്ടാക്കി തരുമായിരുന്നു പണ്ട്. ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോലും വീട്ടിൽ ചേന അല്ലെങ്കിൽ ചേമ്പ് ഇതുപോലെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുജേറിൽ വന്നാൽ കഴിച്ചിട്ട്